അപ്പൊ കേൾവിക്ക് സീൽ വെച്ച് കളഞ്ഞാൽ പിന്നെ സത്യം കേൾക്കാൻ അവന് കഴിയില്ല. സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓനതിന് നേരെ എതിരായിട്ടാണ് ചിന്തിക്കുക. ഇതിലിപ്പോൾ ഏതാണ് പ്രശ്നം ഉണ്ടാക്കാനെന്നാ ചിന്തിക്കുക. അതൊരു മഹാനിൽ നിന്ന് കേൾക്കുമ്പോഴും അങ്ങനെയാണ്. ഓൽക്കത് എതിരായിട്ടാ തോന്നുക. കാരണം അല്ലാഹു ഖതമ അലാ സംഇഹി വഖൽബിഹി. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഇതിപ്പോ ഒതുക്കുങ്ങൽ നൗഷാദ് കുരുവട്ടൂക്കാരൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം ഇപ്പോൾ പറഞ്ഞതാണ്. അതേ സമയത്ത് 13 വർഷങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂക്കാരൻ്റെ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ലേസിച്ചൊക്കെ കുടിച്ച് ഒരു മന്ദപ്പിലായ സമയത്ത് ഓനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവന് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാട്ടിയിരുന്നു. അന്നും അവൻ പറഞ്ഞതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിയാതെ പോയത് ഈ വിഷയത്തിൽ ആഴമേറിയ വെൽമ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഒരു ത്വരീഖത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാട് എന്താണോ അതാണ് നമ്മുടെ ഈ നിലപാട്. അത് ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഇപ്പൊ അവസാനം ഹാഫിദിനെ കുറിച്ചുള്ള ചർച്ച വന്നു. ആ ചർച്ചയിലും നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ അവർ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് നമ്മുടെ പോയിന്റ്. അതിന്റെ അപ്പുറം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. കാരണം ഹബീബായ മുഹമ്മദ് മഹാന്മാരായ ഉസ്താദന്മാർ പറഞ്ഞതിൻ്റെ പിന്നിൽ നിൽക്കണം. അതിനുള്ള കാരണങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിശദീകരിക്കുന്നുണ്ട്. അതവിടെ കേട്കട്ടെ. ഏതാണെങ്കിലും കുരുവട്ടൂർ കാട്ടുകള്ളനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്ന സമയത്ത് ഉസ്താദന്മാരെന്താണോ പറഞ്ഞത് അവിടെ നിൽക്കണമെന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നത് മൗഢ്യമാണ് എന്നാണ് കുരുവട്ടൂരിൻ്റെ കലയ്ക്ക വെള്ളം കുടിക്കണതിന് മുമ്പ് ഇവൻ പറഞ്ഞത്. ഇപ്പം സത്യത്തിൽ ഓൻ മൗഢ്യത്തിലാണ് കേൾക്കണത്. നിങ്ങൾ കേട്ടില്ല വോയിസ്? കൃത്യമായി ഓൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഈ കുരുവട്ടൂർ കാട്ടുകള്ളനാണ് എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയത് എന്ന് കൂടെ നടന്നിരുന്ന മുഹമ്മദ് രാമന്തളിയും പറയുന്നുണ്ട്. ഈ മനുഷ്യൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനലിൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ ചാനലിൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ ജിഷാൻ മായിയുടെ CD റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത CD കൊണ്ടുവന്നിട്ട് ജിഷാനെ കൊണ്ട് ആദ്യം നൗഷാദ് ഹസനെ കൊണ്ട് വിളിപ്പിച്ചു, പിന്നെ ഞാൻ വിളിച്ചു. റെക്കോർഡ് ചെയ്ത ക്യാമറമാൻ ഇവിടെ തന്നെ ക്യാമറ പിടിച്ചു നിൽക്കുന്നുണ്ട്. കുരുവട്ടൂർ നൗഷാദും കുരുവട്ടൂർ കുഞ്ഞമ്മദും കുരുവട്ടൂകാരൻ മറ്റും പമ്പേസിൻ്റെ അളിയനും സാക്ഷാൽ മുദബ്ബിറുമായി അവരോധിക്കപ്പെടുന്ന സാക്ഷാൽ ചേക്കുട്ടി എന്ന് പറയുന്ന മസീഹ് ദജ്ജാലും ഈ രാമന്തളിക്കാരൻ മുഹമ്മദ് എന്ന് പേരുള്ള രാമന്തളിക്കാരൻ്റെ ഈ കാര്യത്തെ ഗണ്ണിച്ചുകൊണ്ട് ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പറയും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.